everyone, welcome back to English Ladder. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നുള്ളതല്ലേ. അപ്പം വിനിത നേരത്തെ ഒരു ടീച്ചറായിരുന്നല്ലോ അല്ലേ, സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പം ഇപ്പം നമ്മുടെ ക്രിസ്മസ് കാലമൊക്കെ വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ പുതിയ പുതിയ ചടങ്ങുകളല്ലേ, എക്സാംസ് ഉണ്ട്, അത് കഴിയുമ്പോൾ നമ്മുടെ റിപ്പോർട്ട് കാർഡ്സ്, PTA മീറ്റിംഗ്, ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടിയൊക്കെ നമുക്ക് ഉണ്ടല്ലേ. അപ്പോൾ PTA മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പല പേരൻസിനും ചെറിയ ടെൻഷനുണ്ട്, തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് അവർ വരിക. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷിൽ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ എങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലൊരു ഇത് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. ചിലരാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല PTA മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സ്പൗസിനെ പറഞ്ഞു വിടുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കോമൺലി നിങ്ങൾക്ക് PTA മീറ്റിംഗ്സ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ഡൗട്ട്സ് ഏകദേശം മാറും ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിലേക്ക് വന്നു കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് ക്ലാസ് എവിടെയാണ് എന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടി 3A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി 3A, എനിക്ക് 3Aയുടെ ക്ലാസ് ഒന്ന് കാണിച്ചു തരുമോ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? അപ്പോൾ വന്നോടനെ തന്നെ നമുക്കിപ്പോൾ ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ we can ask like this, can I know where 3A is എന്ന് ചോദിക്കാം. ഓക്കെ, can I know where 3A is. അതുപോലെ ഏത് ക്ലാസ് ആച്ചാൽ അതിനനുസരിച്ച് ചോദിക്കാം. ഓക്കെ. പിന്നെ ഈ 3Aയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ വന്ന് കയറി നമുക്ക് ഒരു ബേസിക് എറ്റിക്കറ്റ്സ് ഉണ്ടാവില്ലേ, കുറച്ച് മാനേജ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? നമ്മളൊന്ന് വിഷ് ചെയ്യേണ്ടിക്ക് വരും അല്ലേ? നമ്മൾ എപ്പോഴും എവിടെ പോയാലും ആദ്യം നമ്മൾ വിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓബ്വിയസ്ലി ഒരുപാട് കുട്ടികളുള്ള ക്ലാസ്സിലൊരു ടീച്ചർക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രീറ്റ് ചെയ്തിട്ട് പറയും കൂടെ വേണമല്ലേ, ഞാൻ ഇന്ന ആളുടെ അമ്മയാണ്. ഓക്കെ, സോ ഹൗ ഡു വി സേ ദാറ്റ്? സോ ഗുഡ് മോർണിംഗ് മാം, ഐ എം രാഹുൽസ് മോം. ഇപ്പോൾ രാഹുൽ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ അതാരാണെങ്കിലും ഐ എം രാഹുൽസ് മോം അല്ലെങ്കിൽ ഐ എം രാഹുൽസ് ഡാഡ് അങ്ങനെ പറയാം. സോ ഗുഡ് മോർണിംഗ്, ഐ എം രാഹുൽസ് ഡാഡ് അല്ലെങ്കിൽ രാഹുൽസ് മോം എന്ന് പറയും. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷനും ഗ്രീറ്റിംഗും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അറിയാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയുണ്ട് എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത ചോദ്യം അല്ലേ. അത് എങ്ങനെ ചോദിക്കാൻ പറ്റും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നും അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെ ചോദിക്കാം? സോ ഹൗ ഇസ് ഹീ ഇൻ ദ ക്ലാസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ജെൻഡർ അനുസരിച്ച് ചോദിക്കാം. പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഹൗ ഇസ് ഷീ ഇൻ ദ ക്ലാസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ഇസ് ഹീ ഇൻ ദ ക്ലാസ്, അല്ലെങ്കിൽ പേരെടുത്ത് ചോദിക്കാം ഹൗ ഇസ് രാഹുൽ ഇൻ ദ ക്ലാസ്, അങ്ങനെ ചോദിക്കാം. റൈറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു വലിയ കുട്ടിയുടെ കാര്യമാണല്ലേ. ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഇപ്പോൾ LKG-യിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് പിള്ളേർ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് എന്തായാലും കരയൊക്കെ ചെയ്യല്ലേ, കുറച്ച് കരച്ചിലൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കുമല്ലേ. അപ്പം ഒരു ടെൻഷൻ ഇപ്പോഴും പേരൻസിന് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്ന് വിട്ട് കഴിഞ്ഞിട്ട് കുട്ടി കരയുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാൻ കഴിയും? അതൊരു വളരെ സെൻസിറ്റീവ് ആയ ക്വസ്റ്റൻ ആണല്ലേ. പേരൻസിനാണ് ഏറ്റവും ടെൻഷൻ, പ്രത്യേകിച്ച് കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കുറേ മാസങ്ങളോളം ഇത് ചോദിക്കും, ഡ്രോപ്പ് ഓഫ് ചെയ്തപ്പോൾ കരയുന്നുണ്ടോ എന്നൊക്കെ. സോ വി കൻ ആസ്ക് ലൈക്ക് ദിസ്, ഡസ് ഹീ ക്രൈ ആഫ്റ്റർ ഡ്രോപ്പ് ഓഫ്, റൈറ്റ്, അല്ലെങ്കിൽ ഡസ് ഷീ ക്രൈ ആഫ്റ്റർ ഡ്രോപ്പ് ഓഫ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യലി ആക്റ്റീവ് ആകുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണല്ലേ. അവിടെ നിന്നാണ് അവരുടെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, ഇവർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ, അത് അവർ മറ്റുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമുക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ കഴിയും? അത് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണ. അപ്പോൾ എല്ലാവരും കൂടെ ഇടപഴകാറുണ്ടോ എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഡസ് ഷീ ഓർ ഹീ മിങ്കിൾ വിത്ത് എവറി വൺ എന്ന് ചോദിക്കാം. ഓക്കെ, സോ ഡസ് ഹീ മിങ്കിൾ വിത്ത് എവറി വൺ അല്ലെങ്കിൽ ഡസ് ഷീ മിങ്കിൾ വിത്ത് എവറി വൺ ചോദിക്കാം. അല്ലെങ്കിൽ ചില പേരൻസിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഫ്രണ്ട്ലി ആണോ എൻ്റെ മോള് ചോദിക്കാം. അപ്പോൾ നമ്മൾ വരുമ്പോൾ അങ്ങനെ നമുക്ക് ചോദിക്കാം, is she friendly with everyone എന്നും ചോദിക്കാം, അല്ലെങ്കിൽ is he friendly with everyone എന്നും ചോദിക്കാം. ഞാൻ വീണ്ടും പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ he, പെൺകുട്ടിയാണെങ്കിൽ she എന്ന് ചോദിക്കാം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി നമുക്ക് മനസ്സിലായി, അവർ ആക്റ്റീവ് ആണോ അല്ല മിങ്കിൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഇപ്പം മിസ് പറഞ്ഞപ്പോൾ അതനുസരിച്ച് നമുക്ക് ചോദിക്കാം അല്ലേ. അടുത്ത് നമുക്ക് അറിയേണ്ടത് എന്തായിരിക്കും, ഇവർ ഈ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ പിള്ളേർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, ഇതിൽ പാർട്ടേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് അറിയേണ്ടത് അല്ലേ. ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? കുറേ കുട്ടികൾ ചിലപ്പോൾ ഷൈ ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഡസ് ഹീ പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡസ് ഷീ പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ സോഷ്യലി ആക്റ്റീവാണ് കുട്ടി, ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസിലും ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി എവിടെയാണ് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ കേസ് വേണമെങ്കിൽ വേണ്ടി വരിക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാൻ കഴിയും? തീർച്ചയായും ആ ക്വസ്റ്റ്യൻ ടീച്ചറിനാണ് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുക, ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് മോർ ടൈം വിത്ത് ദ ചിൽഡ്രൻ. അങ്ങനെ ചോദിക്കാം നമുക്ക്, വേർ ഡു യു തിങ്ക് ഹി ഓർ ഷീ നീഡ്സ് ടു ഇംപ്രൂവ്? റൈറ്റ്. ഓക്കെ, സോ വേർ ഡു യു തിങ്ക് ഷീ ഓർ ഹി നീഡ്സ് ടു ഇംപ്രൂവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഹി ഓർ ഷീ ഞാൻ എപ്പോഴും പറയുന്നത് ജെൻഡർ ബയസ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം പെൺകുട്ടിയാണെങ്കിൽ ഷീ അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഹി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പേര് വെച്ച് പറഞ്ഞാലും മതി. റൈറ്റ്. വേർ ഡു യു തിങ്ക്
he needs to improve, അല്ലെങ്കിൽ where do you think she needs to improve? അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇതിനെ തന്നെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലും ഒരു കണക്ഷൻ വല്ലതും തോന്നുന്നുണ്ട്? എന്തെങ്കിലും ഒരു എനിക്ക് കണക്ഷനേക്കാൾ കൂടുതൽ എപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് കുറച്ച് ദിവസം വരുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവർ ചോദിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സൈറ്റ്മെന്റ് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില സമയം ഉണ്ടാവും അങ്ങനെ. അതായത് ക്ലാസ്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉള്ളതുകൊണ്ട് ആവാം. പേരൻസിന് ഡൗട്ട് ആണ്. അവരൊന്ന് ചോദിക്കും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷമാണല്ലോ സ്കൂളിൽ പതിവില്ലാത്തൊരു സന്തോഷം അല്ലേ, ഒരു സന്തോഷമുണ്ട്, അത് എന്താണെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് she seems to be so excited and happy to come to school. For the past few days. കുറച്ച് ദിവസങ്ങളായിട്ട് എന്നുള്ളത്. So പതിവില്ലാത്ത ഒരു സന്തോഷം അല്ലേ. അതെ. So she seems to be happy and excited to come to school for the past few days. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്നും ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, ഇതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിക്കാൻ. യൂഷ്വലി അങ്ങനെയല്ല ചോദിക്കുക അവർക്ക്, കാരണം പേരൻസിന് ഒരു അറിവില്ല. സോ അത് നമുക്ക് ചോദിക്കാം, ലൈക്ക് ഇസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗോയിങ് ഓൺ, അതായത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ അങ്ങനെ ചോദിക്കാൻ പറ്റും. അതായത് ഇസ് ദർ സംതിങ് സ്പെഷ്യൽ ഗോയിങ് ഓൺ എന്ന് ചോദിക്കാം. ഇത് മിക്കവാറും വല്ല ഫെസ്റ്റോ അല്ലെങ്കിൽ വല്ല സ്പോർട്സ് ഡേയോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഇവരുടെ ഒരു ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേയോ ആവാം. അത് റീസൺസ് ശരിക്കും ടീച്ചേഴ്സിന് നന്നായിട്ട് മനസ്സിലാവും, പക്ഷെ അമ്മമാർക്കും അച്ഛന്മാർക്കും അത് അത്ര ക്ലിയർ ആവില്ല. അപ്പൊ അവര് വിചാരിക്കും എന്തത്ര എക്സൈറ്റ്മെന്റ് ഇത് മനസ്സിലാവണില്ലല്ലോ. സോ ദേ ആസ്ക് us like this. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ക്ലിയർ അല്ലേ. അപ്പം നെക്സ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്ക പേരൻസിൻ്റെയും ഒരു പ്രശ്നമായിരിക്കും, കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു മടിയുണ്ടല്ലേ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ അല്ലേ. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ മറ്റേ അപ്പുറത്തുള്ള പിള്ളേരോടൊക്കെ കളിക്കാനൊക്കെ പോകാന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഹോംവർക്കിന് ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ഉണ്ട്. കാരണം എപ്പോഴും ഹോംവർക്ക് ചെയ്യാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. നമ്മളും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്, സ്വാഭാവികം. അപ്പോൾ നമ്മുടെ പേരൻസും ചോദിക്കാറുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹി ഈസ് എ ബിറ്റ് ലേസി nowadays to do the homework, so can you please talk to him about it? അപ്പോൾ ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ച് കുറേ പേര് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. So he is a bit lazy to do the homework nowadays. Can you please talk to him or talk to her? ഓക്കെ, അപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആവാറുണ്ടോ കുട്ടികൾ? എവിടെ നിന്ന് അതൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ ആൻസർ പറഞ്ഞും കൊടുക്കും. പക്ഷേ യെസ്, വി ടോക്ക് ടു ദം, ബിക്കോസ് സീരിയസ് ആയിട്ട് ഒരു കൺസേൺ പറയുമ്പോൾ ഒബ്വിയസ്ലി വി ഹാവ് ടു ടോക്ക്. നമ്മുടെ എല്ലാ അക്കാഡമിക് ഇയേഴ്സിലും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ട്രാൻസ്ഫർ, പേരൻസിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ജോബിൻ്റെ ട്രാൻസ്ഫർ ഒക്കെ ഉള്ളപ്പം പുതിയ പുതിയ സ്കൂൾസിൽ ജോയിൻ ചെയ്യേണ്ടി വരുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലേ. ഇവർ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം ടീച്ചേഴ്സിന് പൊതുവേ ഒരു ഡൗട്ട് ഉണ്ടല്ലേ, ഇവർ ഭയങ്കര ക്വയറ്റാണോ, ഇവർ ഇങ്ങനെ തന്നെ ആണോ വീട്ടിൽ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ. അപ്പം നിങ്ങൾ ചോദിക്കാറുണ്ടാവുമായിരിക്കുമല്ലോ പേരൻസിൻ്റെ അടുത്ത്. ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ആവില്ല വീട്ടിൽ, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കത് അറിയാൻ വേണ്ടി ആ ഒരു നേച്ചർ, കുട്ടിയുടെ നേച്ചർ അറിയാൻ വേണ്ടി നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എങ്ങനെ ഒരു ആൻസർ കൊടുക്കണമെന്ന് മിസ് ഒന്ന് ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന്. ഓക്കെ, സോ അപ്പം നമുക്കിതിന് യൂഷ്വലി പറയുന്ന ഒരു ആൻസർ അല്ല, കുട്ടി അങ്ങനെയല്ല, ഭയങ്കര കളിക്കാറുണ്ട് വീട്ടിൽ, ഭയങ്കര ആക്റ്റീവ് ആണെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, നോ ഹി ഈസ് വെരി ആക്റ്റീവ് ആൻഡ് പ്ലേഫുൾ ആൻഡ് ഹി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഇൻ മൈ നെയ്ബർഹുഡ്. അതായത് നെയ്ബർഹുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ചുറ്റുപാടുള്ള അവിടെ നിറച്ച് കുട്ടികളുടെ കൂടെ കളിക്കും എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഹി ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ഫ്രണ്ട്ലി എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഈസ് വെരി ആക്റ്റീവ് ആൻഡ് പ്ലേഫുൾ ആൻഡ് ഹി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഇൻ ദ നെയ്ബർഹുഡ്. അപ്പോൾ മേ ബി ഹി ഈസ് ട്രൈങ് ടു അഡ്ജസ്റ്റ് ടു ദ ന്യൂ എൻവയൺമെന്റ്. അതായത് പുതിയൊരു എൻവയൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണോണ്ടായിരിക്കാം ക്വയറ്റ് ആവുന്നത് എന്നുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. അതായത് maybe because he is trying to adjust to the new environment, അല്ലെങ്കിൽ she is trying to adjust to the new environment. Maybe that's the reason എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് ഇനി അടുത്താണ് ഏതൊരു ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൻസർ കൊടുക്കാം. പൊതുവേ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാവുമല്ലേ, ആ സബ്ജക്റ്റിന് അവർ മിക്കവാറും നല്ല മാർക്സ് ഒക്കെ വാങ്ങാറുണ്ടല്ലേ. പക്ഷേ ചില സമയങ്ങളിൽ ചിലപ്പോൾ ആ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റിനാണെങ്കിൽ പോലും ചില മാർക്ക് കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ പാരൻസിന് നോർമലി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, ഇതെന്താ പെട്ടെന്ന് ഇതിന് മാത്രം ഒരു മാർക്ക് കുറച്ചിരുന്നൊരു ഡൗട്ട് തോന്നുമല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര കോമൺ ആണ്, ബിക്കോസ് ചിലപ്പോൾ ടീച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ സാധാരണ നന്നായി സ്കോർ ചെയ്യുന്ന കുട്ടിക്ക് അങ്ങനെ പല റീസൺസും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പകുതി വെച്ച് നിർത്തും ക്വസ്റ്റ്യൻസ്, ബിക്കോസ് അവർക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, മുഴുവനായിട്ട് ചോദിക്കാൻ അറിയാത്തൊരു ബുദ്ധിമുട്ട് വരാം. അപ്പോൾ നമുക്കത് ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം. അതായത് യൂഷ്വലി മൈ സൺ സ്കോർസ് ഗുഡ് മാർക്സ് ഇൻ മാത്സ്, ബട്ട് ദിസ് ടൈം ഹി ഹാസ് സ്കോർഡ് ലെസ് മാർക്സ്. So is there any specific reason? Do you know why is that so? അങ്ങനെ ചോദിക്കാൻ പറ്റും. So do you have any idea why that is so? നമുക്ക് ചോദിക്കാം. അതായത് എന്തുകൊണ്ടാണെന്ന് അറിയോ? Do you know why that is so? എന്ന് ചോദിക്കാം. അതായത് നമ്മൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം.
my son usually scores good marks in maths. Okay, നല്ല മാർക്ക് വാങ്ങിക്കാറുണ്ട്. But this time he has scored less marks. ഇപ്രാവശ്യം കുറച്ച് മാർക്കേ കിട്ടിയിട്ടുള്ളൂ. So do you know whether there is any specific reason? എന്തെങ്കിലും specific reason അറിയുമോ? Okay, so do you know whether there is any specific reason? എന്ന് ചോദിക്കാം. Okay. മാത്സ് ആവണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ കുട്ടിയുടെ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് അത് ചോദിക്കാം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണ്, 1-2 ആൻസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത PT മീറ്റിംഗ് എനിക്ക് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോയി നിങ്ങൾക്ക് മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ ആയിട്ട് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യുക. അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ, കാരണം ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾ ഫ്രെയിം ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, എന്തൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമൻറ്റ് ബില്ലോ. ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. സോ അൻടിൽ വി മീറ്റ് യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.